തൃശൂർ ജില്ലയിലെ CPM ജില്ലാ സംസ്ഥാന നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്ന ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സംഭാഷണം പുറത്ത്. കപ്പലണ്ടി വിറ്റ് നടന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ കോടിപതിയായി. നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗമായ SC മൊയ്തീന് ടോപ്പ് ക്ലാസുമായാണ് ഡീലിംഗ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നേതാക്കൾക്ക് പണം നേടുക എളുപ്പമാണെന്നും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗമായ നിബിൻ ശ്രീനിവാസനുമായി നടത്തിയ സംഭാഷണത്തിൽ ശരത് പറയുന്നു. CPM-ലെ ഉന്നത നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ശരത് പ്രസാദിന്റെ സംഭാഷണം. നടത്തറയിലെ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആരോപണം ഉന്നയിച്ച നിബിനുമായി 5 മാസങ്ങൾക്ക് മുൻപാണ് ശരത് സംസാരിക്കുന്നത്. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയായെന്നും SC മൊയ്തീന് ടോപ്പ് ക്ലാസുമായാണ് ഡീലിംഗ് എന്നും ശരത് പറയുന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പേരും പുതുക്കാട് MLA KK രാമചന്ദ്രന്റെ പേരും സംഭാഷണത്തിൽ വരുന്നുണ്ട്. കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ആളെന്ന് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വശം. അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സാണ്. കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണംകുളത്തി അനൂപ് AC നിസ്സാര ആൾക്കാരാണ്. എന്നൊക്കെ പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. അതേസമയം ശരത്തിന്റെ പുറത്തു വന്ന സംഭാഷണം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്നും അതിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും അടിസ്ഥാനമില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ശരത്തിനോട് വിശദീകരണം തേടുമെന്നും സംഭാഷണം അനുചിതമാണെന്നും അബ്ദുൽ ഖാദർ പറയുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്നിപ്പോൾ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടത്. അതിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇതേക്കുറിച്ച് ഈ വോയിസ് ഉള്ള ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം ശരത്തുമായി സംസാരിക്കുകയും നടത്തറയിലെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ആരോപണം ഉന്നയിക്കുകയും ചെയ്ത നിബിൻ ശ്രീനിവാസനെ CPM നടത്തറ വെസ്റ്റ് LC അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. DYFI ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ഇയാളെ യുവജന സംഘടനയിൽ നിന്നും ഉടൻ പുറത്താക്കും. പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം പരസ്യ പ്രതികരണം നടത്തിയതിനും അച്ചടക്ക ലംഘനം നടത്തിയതിനുമാണ് നടപടി. എന്നാൽ CPM നേതാക്കൾക്കെതിരെയുള്ള ശരത്തിന്റെ ആരോപണം പരിശോധിക്കണമെന്നും നടത്തറയിൽ നടന്നത് കരുവന്നൂർ മോഡൽ അഴിമതിയാണെന്നും BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് പ്രതികരിച്ചു. അതായത് നടത്തറ ഗ്രാമപഞ്ചായത്തിനകത്ത് CPM-ന്റെ നേതൃത്വത്തിൽ 8ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഈ 8ഓളം വരുന്ന സഹകരണ സ്ഥാപനങ്ങൾക്കകത്തെ 7 സഹകരണ സ്ഥാപനങ്ങൾ വലിയ അഴിമതി നേരിടുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ 7 സഹകരണ സ്ഥാപനങ്ങളും വലിയ അഴിമതി നടക്കുന്നു. ആ അഴിമതിയെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു തന്നെ CPM ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇത് കേവലമായിട്ടുള്ള ഒരു പഞ്ചായത്തിനകത്തെ ഒരു ചെറിയ ഒരു സഹകരണ സ്ഥാപനത്തിനുണ്ടാകുന്ന അഴിമതിയല്ല. നമ്മളിപ്പോൾ നിരവധിയായിട്ടുള്ള അഴിമതികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കരുവന്നൂർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള അഴിമതികൾ നമ്മളിപ്പോൾ ദിനം പ്രതി ഇപ്പോൾ കണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തിനകത്ത് CPM-ന്റെ ഭരണത്തിലുള്ള അല്ലെങ്കിൽ CPM കൈകാര്യം ചെയ്യുന്ന 8ഓളം വരുന്ന സഹകരണ സ്ഥാപനത്തിൽ 7 സഹകരണ സംഘങ്ങളും അഴിമതിയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വലക്കാവിനകത്ത് പ്രവർത്തിക്കുന്ന നടത്തറ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം ഇതിപ്പോൾ 68 എൻക്വയറി നേരിടുന്ന സംഘമാണ്. ഇപ്പോൾ 66 ആയിരുന്നതിന് ശേഷം 68 എൻക്വയറി നേരിടുന്നു. ഈ 68 എൻക്വയറി നേരിടുന്ന സഹകരണ സ്ഥാപനത്തിൽ മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് 48 ലക്ഷം 38 ലക്ഷം 35 ലക്ഷം 12 ലക്ഷം 14 ലക്ഷം തുടങ്ങി നിരവധിയായിട്ടുള്ള ഒരു വലിയ സബ് ചാർജ് ഇങ്ങനെ വന്നേക്കാണ്. CPM-നെ വെട്ടിലാക്കിയ DYFI ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം സംബന്ധിച്ചും നടത്തറയിലെ സഹകരണ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ചും വിവാദങ്ങൾ തുടരുകയാണ്. അതേസമയം ശരത്തിന്റെ സംഭാഷണത്തെക്കുറിച്ച് മാത്രം പ്രതികരിക്കാൻ തയ്യാറായ CPM നേതാക്കൾ മറ്റു വിഷയങ്ങളിൽ മൗനം തുടരുകയാണ്. ജനം, തൃശൂർ.